ബീമിൻ്റെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണിത്. ക്വസ്റ്റ്യൻ: ഡിറ്റർമിൻ ദ ഇക്വേഷൻസ് ഫോർ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഓഫ് ദ ബീം. ഓൾസോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് എ പോയിൻറ്റ് 2.5 meters ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. ഇ ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട് 20 × 10⁴ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ആദ്യം ഈ പ്രോബ്ലത്തിൽ റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ആർ എയും ആർ ബിയും ആണ് റിയാക്ഷൻസ്. 2 അൺനോൺസ് ഉണ്ട് ഇവിടെ. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് വേണം. അതിലൊരു ഇക്വേഷൻ സം ഓഫ് ദ ഫോഴ്സസ് ഈക്വൽ ടു 0 എന്നെടുക്കുന്ന ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ സം ഓഫ് ദ മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം സം ഓഫ് ദ ഫോഴ്സസ് ഈക്വൽ ടു 0 നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ 4 ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് ആർ എ, ആർ ബി, രണ്ടും അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതേപോലെ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഒന്ന് 500 ന്യൂട്ടൺസ് താഴേക്ക്, പിന്നെ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അത് ആണ് താഴേക്ക് വരുന്നത്. അപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇവിടെ തന്നിരിക്കുന്നത് 450 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. നമുക്ക് ടോട്ടലി 2 meters ലെങ്ത്തിലാണുള്ളത്. അപ്പോൾ 450 മൾട്ടിപ്ലൈഡ് ബൈ 2 900 ന്യൂട്ടൺസ് ആണ് താഴേക്ക് ആക്ട് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. 900 ന്യൂട്ടൺസ്. അപ്പോൾ ആർ എ പ്ലസ് ആർ ബി മുകളിലേക്കുള്ള ഫോഴ്സസ് ഇസ് ഈക്വൽ ടു 500 പ്ലസ് 450 മൾട്ടിപ്ലൈഡ് ബൈ 2. അപ്പോൾ അത് ആർ എ പ്ലസ് ആർ ബി ഇസ് ഈക്വൽ ടു 1400 ന്യൂട്ടൺസ് എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ മൊമെൻറ്റ്സിൻ്റെ സം എടുത്തിട്ട് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ പോയിൻറ്റിന് എബൌട്ടായിട്ട് മൊമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ നമുക്കുള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് 500 ന്യൂട്ടൺസ് ഈ 2 meters ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് ഈ പോയിൻ്റ് എയിൽ നിന്ന്. അപ്പോൾ 500 × 2 എന്ന് പറയുന്നൊരു ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അതാണ് ഫസ്റ്റ് ടേം 500 × 2. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അത് ഇതിൻ്റെ സെൻട്രൽ ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് 2 + 1 3, 3 + 1 4 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഈ 900 ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ 450 × 2 ആണ് ഈ ലോഡ്. എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതാണ് 4. 2 + 1 + 1 4 ഇസ് ഈക്വൽ ടു ആർ ബി എന്ന് പറയുന്ന ഫോഴ്സ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം എ എന്ന് പറയുന്നത് 2 + 1 + 2 5 meters ആണ്. അപ്പോൾ ആർ ബി × 5 എന്ന് പറയുന്നൊരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. അതുകൊണ്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് റൈറ്റ് സൈഡിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർ പിയുടെ വാല്യൂ കിട്ടും. അത് 920 ന്യൂട്ടൺസ് ആണ്. അപ്പോൾ ഈ വാല്യൂ നമ്മൾ ആർ ബി ഇവിടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആർ എയുടെ വാല്യൂവും കിട്ടും. ആർ എ = 1400 - 920 = 480 ന്യൂട്ടൺസ്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിഫ്ലക്ഷനും സ്ലോപ്പുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീമിൻ്റെ റെപ്രസെൻറ്റേഷൻ. ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബീം ഈ ഗ്രീൻ കർവ് പോലെ ആയിരിക്കും ഇത് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഈ പൊസിഷൻ എത്രയാണ് താഴേക്ക്, ഇത് ഓരോ പോയിൻറ്റിലും ഓരോ എക്സ് വാല്യൂവിലും എത്രയാണ് താഴേക്ക് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിഫ്ലക്ഷനായിട്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് y എന്ന് പറയുന്നൊരു ലെറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് എത്രയാണ് ലോഡിങ് വരുമ്പോൾ ഇത് താഴേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിഫ്ലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് y വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ ഓരോ പോയിൻറ്റിലും നമുക്ക് വേണമെങ്കിൽ ഒരു ടാൻജൻറ്റ് വരച്ച് നോക്കാം. അപ്പോൾ ഒരു പോയിൻറ്റിലെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പോയിൻറ്റിലെ ടാൻജൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ടാൻജൻറ്റ് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ അത് സ്ലോപ്പിൻ്റെ റെപ്രസെൻറ്റേഷനായി. അപ്പോൾ സ്ലോപ്പിന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. dy/dx ആണ് സ്ലോപ്പ്. അപ്പോൾ ഇതാണ് ആ സ്ലോപ്പ്. അതായത് ഓരോ പോയിൻറ്റിലും എത്ര ചെരിവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷറാണ് സ്ലോപ്പ്. ഈ
ഡിഫോം ചെയ്ത പൊസിഷനിൽ, അതായത് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഡിഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു കേവിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് കേവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഇലാസ്റ്റിക് കേവിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ ആ ഇക്വേഷൻ ei(d²y/dx² ഇസ് ഈക്വൽ ടു m എന്നാണ് ഇക്വേഷൻ ഓഫ് ദ ഇലാസ്റ്റിക് കേവ്. അതിൽ നമുക്കറിയാം y എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ, ഓരോ പോയിന്റിലെയും ഡിഫ്ലക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. യിലെ ഇ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും. ഐ എന്ന് പറയുന്ന ടേം ആക്ച്വലി അത് ഫ്ലെക്ഷറൽ റിജിഡിറ്റി എന്നാണ് അതിനെ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ഫ്ലെക്ഷറൽ റിജിഡിറ്റി എന്ന് പറയുന്നത് ഈ ഡിഫോം ചെയ്യുന്നതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതിനെതിരെയുള്ള റെസിസ്റ്റൻസ് ആണ് ഈ ഫ്ലെക്ഷറൽ റിജിഡിറ്റി. ഐയുടെ വാല്യൂ കൂടുകയാണെങ്കിൽ ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് ഫ്ലെക്ഷറൽ റിജിഡിറ്റിയുടെ മീനിങ്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് സ്ലോപ്പും ഡിഫ്ലക്ഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് dy/dx കിട്ടും, അതാണ് സ്ലോപ്പ്. ഇത് ഒരിക്കൽ കൂടി, അതായത് 2 തവണ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് y കിട്ടും, അതാണ് ഡിഫ്ലക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളടുത്ത് കാണുന്നത്. ഇതിൽ ആദ്യം നമ്മൾ ഈ റൈറ്റ് സൈഡിൽ m എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ആദ്യം നമ്മൾ ഈ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ മെക്കാളൈസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഡിഫ്ലക്ഷൻ സ്ലോപ്പും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മെത്തേഡിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ബീമിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിൽ വേണം നമ്മൾ സെക്ഷൻ എടുത്ത് ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ. അതായത് എല്ലാ ലോഡിങ് കേസസും വരുന്ന ഒരു സെക്ഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ സെക്ഷൻ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. സെക്ഷൻ എടുത്ത ശേഷം നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്ത ശേഷം ലോഡ്സ് എല്ലാം മാർക്ക് ചെയ്യുക. 480, 500, ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. സെക്ഷനിൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ബെൻഡിങ് മൊമെൻറ്റ് m. ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സം ഓഫ് ദ മൊമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതുക. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണോ സെക്ഷൻ എടുത്തത് അതിന് എബൌട്ടായിട്ട് വേണം നമ്മൾ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ 480 ന്യൂട്ടൺസ് എന്ന് പറയുന്ന ലോഡ് ഈ സെക്ഷൻ ചെയ്ത ഡിസ്റ്റൻസ് വരെയുള്ള ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്ന മൊമെൻ്റാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഞാൻ എക്സ് എന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇത് 2 മീറ്റേഴ്സാണ്. അപ് ടു 500 ന്യൂട്ടൺ ലോഡ് വരെ 2 മീറ്റേഴ്സ്. ഇവിടെ മുതൽ ഇവിടം വരെ 1 മീറ്ററാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് കിടക്കുന്നത് എക്സ് മൈനസ് 2 + 1 3. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 3 ആണ്. എക്സ് മൈനസ് 3. അപ്പോൾ നമുക്ക് ഓരോരോ മൊമെൻറ്റ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 480 ന്യൂട്ടൺ മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് എക്സ്, അത് ഒരു ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ 480 ഇൻറ്റു എക്സ്. ബാക്കിയുള്ള മൊമെൻറ്റ്സ് എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. 500 ഇൻറ്റു ഈ ഡിസ്റ്റൻസും ഈ 450യുടെ റിസൾട്ടൻറ്റ് മൾട്ടിപ്ലൈഡ് ബൈ അതിൻ്റെ ഡിസ്റ്റൻസും, അതേപോലെ എം എന്ന് പറയുന്ന മൊമെൻറ്റും എല്ലാം ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്സ് എല്ലാം ഞാൻ റൈറ്റ് സൈഡിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം 500 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ആണ്. 500 മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ഡിസ്റ്റൻസ് ഇസ് എക്സ് മൈനസ് 2. 500 into x minus 2 പ്ലസ് അടുത്തത് ഈ 450 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇതിൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്നതായിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ. എന്നിട്ട് അപ്പോൾ ഈ ലോഡ് എന്ന് പറയുന്നത് 450 മൾട്ടിപ്ലൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് എക്സ് മൈനസ് 3 ആണ്. ഇത്രയും ലെങ്ത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് 450 into x minus 3
അത് ഈ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ x-3 ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ്. അപ്പോൾ ലോഡ് 450 ഇൻറ്റു x-3യും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x-3/2 ആണ്. അപ്പോൾ ഇൻറ്റു x-3/2 പ്ലസ് ഇനിയൊരു മൊമെൻ്റ് ഉള്ളത് ഈ എം എന്ന് പറയുന്ന ആ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെൻ്റാണ്, പ്ലസ് എം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ 480x ഈക്വൽ ടു 500 ഇൻറ്റു x-2 പ്ലസ് 450 ഇൻറ്റു x-3 ഇൻറ്റു x-3/2 പ്ലസ് എം. ഇത് റീഅറേഞ്ച് ചെയ്ത് എമ്മിൻ്റെ ഇക്വേഷനായിട്ട് എഴുതിയാൽ എം ഈക്വൽ ടു 480x മൈനസ് 500 ഇൻറ്റു x-2. ഇവിടെ ഞാൻ x-2നെ ഒരു സ്പെഷ്യൽ ബ്രാക്കറ്റിലാണ് എഴുതാൻ പോകുന്നത്, ആംഗിൾ ബ്രാക്കറ്റ്സിൽ. എന്തിനാണെന്ന് ഞാൻ പറയാം. 500 ഇൻറ്റു x-2 ഓക്കെ, മൈനസ് അടുത്തത് 450/2 ഇൻറ്റു x-3 ഇൻറ്റു x-3 ഞാൻ x-3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുകയാണ്. അതും ഞാൻ ഒരു സ്പെഷ്യൽ ബ്രാക്കറ്റ്, ആംഗിൾ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്, x-3 ദ ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എം ഈക്വൽ ടു 480x മൈനസ് 500 ഇൻറ്റു x-2 മൈനസ് 450/2 225x-3 ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഇക്വേഷൻ 3 ആയിട്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അടുത്തത് എന്താണ് ഈ സ്പെഷ്യൽ ബ്രാക്കറ്റ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ബ്രാക്കറ്റിനെ നമ്മൾ വിളിക്കുന്നത് മക്കാളെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ എന്നാണ്. അപ്പോൾ ഈ മക്കാളെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ഒന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഈ പോയിൻറ്റിൽ 2 മീറ്റർ കഴിയുമ്പോൾ എക്സിൻ്റെ വാല്യൂ 2 ആണ്. ഞാനിതിൻ്റെ ഇടയ്ക്കൊരു പോയിൻ്റ് എടുക്കുകയാണ്, x = 1.5. അപ്പോൾ x = 1.5 എന്ന് പറഞ്ഞൊരു പോയിൻറ്റിൽ എന്താണ് ഈ മൊമെൻറ്റിൻ്റെ വാല്യൂ എന്നൊന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, m ഈക്വൽ ടു 480 ഇൻറ്റു എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കാൻ പോകുന്നത് 1.5 ആണ്. ഇൻറ്റു 1.5 മൈനസ് 500 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 1.5 അഗെയിൻ 1.5 മൈനസ് 2 പ്ലസ് 450/2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 1.5 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ 450 ഇൻറ്റു 1.5 എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഈ 500 ഇൻറ്റു ഈ ആംഗിൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന 1.5 മൈനസ് 2ൻ്റെ വില എന്താണ്? അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഈ കേസിൽ 1.5 മൈനസ് 2 എന്ന് പറയുന്നത് ആക്ച്വലി മൈനസ് 0.5 ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇത് 500 ഇൻറ്റു 0 ആയി മാറും ഈ വാല്യൂ. അപ്പോൾ ഈ വാല്യൂ ഈ സെക്കൻഡ് ടേം ഇല്ല, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മൂന്നാമത്തെ ടേമും 450/2 മൾട്ടിപ്ലൈഡ് ബൈ 1.5 മൈനസ് 3. അവിടെയും നമുക്കറിയാം ഇതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ ടേം 0 ആയി പോവും. അപ്പോൾ തേർഡ് ടേമും ഇല്ല. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ അറ്റ് x = 1.5 എന്ന് പറയുന്നത് 480 ഇൻറ്റു 1.5 ആയിട്ട് മാറും. അതായത് റൂൾ ഇതാണ്, മക്കാളെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ
ബ്രാക്കറ്റിനകത്ത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഇത് 0 ആണ്. പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആ വാല്യൂ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ റൂൾ. അതായത് എക്സ് മൈനസ് എ ഈക്വൽ ടു 0 ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ എ. എക്സ് ലെസ് ദാൻ എ ആകുമ്പോൾ എക്സ് മൈനസ് എ നെഗറ്റീവായി മാറും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ എ. അതായത് എക്സ് മൈനസ് എയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ വാല്യൂ തന്നെ നമ്മൾ എടുക്കുക. ഇതാണ് മക്കാളെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ മക്കാളെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എഴുതിയാൽ ഒരൊറ്റ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് എല്ലാ പോയിൻറ്റ്സിലെയും മൊമെൻറ്റ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോയിൻറ്റിൽ 480 ഇൻറ്റു എക്സ് മാത്രമാണുള്ളത്. ഈ 1 മീറ്റർ ഗ്യാപ്പിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഏതൊരു പോയിൻറ്റിലും ഇക്വേഷൻ 480 ഇൻറ്റു എക്സ് മൈനസ് 500 ഇൻറ്റു എക്സ് മൈനസ് 2 വരെയാണ് വരുന്നത്. കാരണം ലാസ്റ്റ് ടേം 0 ആയി പോവും. ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൻ്റെ ഇടയ്ക്കുള്ള ഏത് പോയിൻറ്റിലാണെങ്കിലും ഇക്വേഷൻ എം ഈക്വൽ ടു 480 എക്സ് മൈനസ് 500 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് 450/2 ഇൻറ്റു എക്സ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ എല്ലാ ടേംസും നമുക്ക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനിൽ വരും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നമ്മുടെ ഇലാസ്റ്റിക് കർവിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ച മൊമെൻറ്റിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് EI d²y/dx² is equal to 480x minus 500 into x minus 2 minus 225 into x minus 3 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഇത് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ EI dy/dx ഈക്വൽ ടു 480x എന്ന് പറയുന്നത് 480x²/2 ആയി മാറും മൈനസ് 500. ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സാധാ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. ജനറൽ ഇക്വേഷൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ എക്സ് മൈനസ് എ ഓൾ റേസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എൻ പ്ലസ് 1 പ്ലസ് കോൺസ്റ്റൻറ്റ് എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 500 ഇൻറ്റു എക്സ് മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 minus 225 x minus 3 2 plus 1 3 ആയി മാറും. ഡിനോമിനേറ്ററിലും 3 പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ C1 എന്ന് ഞാൻ എഴുതി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 480/2 എന്ന് പറയുന്നത് 240x² മൈനസ് ഇവിടെ 500/2 ഞാൻ 250 എന്ന് എഴുതി. 250x മൈനസ് 2 സ്ക്വയർ മൈനസ് 225/3 എന്ന് പറയുന്നത് 75 വരും. 75 ഇൻറ്റു എക്സ് മൈനസ് 3 ക്യൂബ് പ്ലസ് C1. ഇതിനെ ഞാൻ ഇക്വേഷൻ 4 ആയിട്ട് ഡിനോട്ട് ചെയ്തു. അടുത്തത് ഈ dy/dx നമ്മൾ ഒന്നുകൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് y കിട്ടും. y ആണ് ഡിഫ്ലക്ഷൻ, dy/dx ആണ് സ്ലോപ്പ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ EI y ഈക്വൽ ടു 240 x² എന്ന് പറയുന്നത് x raised to 2 plus 1 3 divided by 2 plus 1 3 minus 250 x minus 2 square എന്നുള്ളത് 2 plus 1 3 divided by 3 minus 75 into x minus 3
3 plus 1 4 divided by 4 plus c1 into x plus അടുത്ത കോൺസ്റ്റൻറ്റ് c2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇ ഐ വൈ ഈക്വൽ ടു 240/3 എന്ന് പറയുമ്പോൾ 80x³ മൈനസ് 250/3 x minus 2 the whole cube minus 75/4 x minus 3 raised to 4 plus c1x plus c2. ഇത് ഇക്വേഷൻ 5. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷനായ c1ഉം c2ഉം നമ്മൾ കണ്ടുപിടിക്കണം. c1ഉം c2ഉം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ബീം ബെൻഡ് ചെയ്യുന്നത് ഈ ബ്ലൂ ലൈനിലെ ഇലാസ്റ്റിക് കർവിലാണ്. അപ്പോൾ ഓരോ പോയിൻറ്റിലെയും വൈയുടെ വാല്യൂ നമുക്ക് ഈ ഹൈറ്റ് എടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഏറ്റവും ലെഫ്റ്റ് എൻഡിൽ വൈയുടെ വാല്യൂ 0 ആണ്, കാരണം അത് ആ പോയിൻ്റ് പിൻഡ് പോയിൻ്റാണ്. അതേപോലെ ഏറ്റവും റൈറ്റ് സൈഡിലെ പോയിൻറ്റും അത് വൈയുടെ വാല്യൂ 0 ആണ്, കാരണം ഈ ബ്ലൂ ലൈൻ അവിടെ തന്നെയാണ്, അവിടെ പിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവിടുന്ന് ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അതായത് ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 0 ആണ്, ഏറ്റവും റൈറ്റ് എൻഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ 5 ആണ്. 5 എന്ന് വെച്ചാൽ 2 + 1 + 2 x = 5. അപ്പോൾ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0 ഈ പോയിൻറ്റിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ y ഈക്വൽ ടു 0. അപ്പോൾ വൈയുടെ വാല്യൂ ഈ പോയിൻറ്റിൽ 0. അതേപോലെ അറ്റ് എക്സ് ഈക്വൽ ടു 5 ഈ റൈറ്റ് സൈഡിലെ പോയിൻറ്റ്, അവിടുത്തെയും y വാല്യൂ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഈ രണ്ട് വൈയുടെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0ഉം എക്സ് ഈക്വൽ ടു 5ഉം നമ്മൾ പ്രീവിയസ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് c1ഉം c2ഉം കിട്ടും. അപ്പോൾ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 y ഈക്വൽ ടു 0 നമ്മൾ ഇക്വേഷൻ 5ലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ 5 എന്ന് പറയുന്നത് ഇ ഐ വൈ ഈക്വൽ ടു 80x³ മൈനസ് 250/3 x മൈനസ് 2 the whole cube മൈനസ് 75/4 x മൈനസ് 3 whole raised to 4 പ്ലസ് c1x പ്ലസ് c2. അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇ ഐ വൈയുടെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 വൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇ ഐ ഇൻറ്റു 0 ഈക്വൽ ടു 80 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 0 ഉള്ള സ്ഥലത്താണ് നമ്മൾ y ഈക്വൽ ടു 0. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 0³ മൈനസ് 250/3 എക്സ് മൈനസ് 2 എന്ന് പറയുമ്പോൾ അത് 0 മൈനസ് 2 ഹോൾ ക്യൂബ് മൈനസ് 75/4. വീണ്ടും എക്സിൻ്റെ വാല്യൂ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് 3 റൈസ് ടു 4 പ്ലസ് c1 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 0 പ്ലസ് c2. ഇവിടെ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. ഈ ഫസ്റ്റ് ബ്രാക്കറ്റ് 0 - 2 നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ബ്രാക്കറ്റ് ഫംഗ്ഷൻ വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയിപ്പോയി. അപ്പോൾ 250/3 ഇൻറ്റു 0 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0. അപ്പോൾ ഇത് കട്ടായിപ്പോയി. അതേപോലെ 0 - 3 ഇവിടെയും ഇത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നാൽ അത് 0 ആയിട്ട് എടുക്കുമ്പോൾ ഇതും കട്ടായിപ്പോയി. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അത് 0 ആണ്, ഈ ടേം 0 ആണ്, ഈ ടേം 0 ആണ്, നാലാമത്തെ ഈ ടേമും 0 ആണ്. അപ്പോൾ അഞ്ചാമത്തെ c1 ഇൻറ്റു 0 അതും 0 ആണ്. അപ്പോൾ ഫൈനലി നമുക്ക് കിട്ടുന്നത് c2 ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. അടുത്തത് c1ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 5 റൈറ്റ് എൻഡ് ഓഫ് ദ ബീം, അവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ y ഈക്വൽ ടു 0 ആണ്. ഈക്വേഷൻ നമ്പർ 5ൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 5 ഇവിടെ വീണ്ടും എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ ഐ വൈയുടെ വാല്യൂ 0 ആണ്,
ei into 0 equal to 80. X നമ്മൾ എക്സിൻ്റെ വാല്യൂ 5 ആണ്. 80 into 5 cube minus 250/3 into എക്സിൻ്റെ വാല്യൂ 5 ആണ്. x 5 minus 2 whole cube minus 75/4. X's value again is 5. 5 minus 3 raised to 4 plus C1 into X's value 5 ആണ് into 5 plus C2 value നമ്മൾ previous stepൽ നമുക്ക് 0 ആയിട്ട് ഓൾറെഡി കിട്ടി. സോ അതുകൊണ്ട് C2 വാല്യൂ 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 0 ഈക്വൽ ടു 80 into 5 cube minus 250/3 ഇൻറ്റു ഇവിടെ ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഇവിടെ പോസിറ്റീവാണ്. 5 minus 2 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ 3 ക്യൂബ് വരും. അപ്പോൾ ഇൻറ്റു 3 ക്യൂബ് മൈനസ് 75/4 ഇൻറ്റു ഇവിടെയും ബ്രാക്കറ്റ് ഫംഗ്ഷനിൽ 5 minus 3 പോസിറ്റീവാണ്. 5 minus 3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 raised to 4 എന്ന് വരും. ഇൻറ്റു 2 raised to 4 പ്ലസ് C1 into 5 5C1. ഇത് വീണ്ടും സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇത് 80 into 5 cube എന്ന് പറയുന്നത് അത് 10,000 മൈനസ് ഇത് 2250 മൈനസ് തേർഡ് ടേം 300 പ്ലസ് 5C1. അപ്പോൾ ഇതിനകത്തുനിന്ന് C1ൻ്റെ വാല്യൂ നമുക്ക് C1 equal to minus 7450 divided by 5 equal to minus 1490 നമുക്ക് കിട്ടി. അപ്പോൾ C1ൻ്റെ വാല്യൂ മൈനസ് 1490യും C2ൻ്റെ വാല്യൂ നമുക്ക് 0 ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ വാല്യൂവിന് നമുക്ക് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ലോപ്പിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ C1 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഈ EI എന്ന് പറയുന്നത് ഞാൻ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. y equal to 1/EI into 80x cube minus 250/3 into x minus 2 the whole cube minus 75/4 into x minus 3 the whole raised to 4 minus C1ൻ്റെ വാല്യൂ 1490 ആണ്. 1490 into x. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ. ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത് ഇക്വേഷൻ ഫോർ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എടുക്കുക, എന്നിട്ട് EI എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു. അപ്പോൾ ബാക്കി ഇവിടെ dy/dx ഈക്വൽ ടു 1/EI ഇൻറ്റു 240x² മൈനസ് 250 into x minus 2 the whole square minus 75 into x minus 3 the whole cube minus C1ൻ്റെ വാല്യൂ 1490 എന്ന് കിട്ടും. അപ്പോൾ 6 ആണ് ഇക്വേഷൻ ഫോർ ഡിഫ്ലക്ഷൻ. ഇക്വേഷൻ 7 ആണ് ഇക്വേഷൻ ഫോർ സ്ലോപ്പ്. അടുത്തത് നമ്മൾ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് അറ്റ് എക്സ് ഈക്വൽ ടു 2.5 മീറ്റർ എന്ന് പറയുന്ന പൊസിഷനിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2.5 മീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബീമിൻ്റെ ഈ ലൊക്കേഷനിൽ വരും. അപ്പോൾ അവിടെയുള്ള എന്തുമാത്രം ഡിഫ്ലക്ഷനാണ് ഈ ഹൈറ്റ് ആ y ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വൈയുടെ ഇക്വേഷൻ എഴുതുക. വൈയുടെ ഇക്വേഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2.5 ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ EIയുടെ വാല്യൂ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. അത് 20 into 10⁻⁴ ആണ്. അതും നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ y ഈക്വൽ ടു 1/EIയുടെ വാല്യൂ 20 into 10⁻⁴ multiplied by 80 into 2.5 cube minus 250/3 xൻ്റെ വാല്യൂ 2.5 minus 2 cube minus 75/4 xൻ്റെ വാല്യൂ again 2.5 minus 3 all raised to 4 minus 1490 into 2.5.
എഗെയിൻ നമ്മൾ ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ 2.5 മൈനസ് 2 എന്ന് പറയുന്നത് 0.5 ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ആ 0.5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എടുക്കണം. രണ്ടാമത്തെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ 2.5 മൈനസ് 3 മൈനസ് 0.5 ആണ്, നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് 0 ആണ്. അപ്പോൾ ഈ ടേം ക്യാൻസലായി പോകും. ആ ടേം ക്യാൻസലായി. ബാക്കി എല്ലാ ടേംസും ഈ ഇക്വേഷനകത്തുണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y-യുടെ വാല്യൂ ഈക്വൽ ടു 1/20 ഇൻറ്റു 10⁴ ഇൻറ്റു 80 ഇൻറ്റു 2.5 ക്യൂബ് മൈനസ് 250/3 ഇൻറ്റു 2.5 മൈനസ് 2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 0.5 ഹോൾ ക്യൂബ്. നാലാമത്തെ ടേം മൈനസ് 0 മൈനസ് 1490 ഇൻറ്റു 2.5. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് -0.0124 മീറ്റേഴ്സ് എന്ന് നമ്മൾ കിട്ടും. നെഗറ്റീവ് വരാനുള്ള കാര്യം നമുക്കറിയാം, ഇലാസ്റ്റിക് കർവിൻ്റെ താഴേക്കാണ് ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ ഇതിനകത്ത് വരുന്നത്. അതായത് ഇതാണ് y. അപ്പോൾ നെഗറ്റീവ് y ഡയറക്ഷനിലേക്കാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ വരുന്നത്. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടും. നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സ്ലോപ്പാണ്. 2.5 അതേ പോയിന്റിൽ തന്നെ. സ്ലോപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ പോയിൻറ്റിൻ്റെ ടാൻജൻറ്റ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ ടാൻജൻറ്റ് നമ്മൾ വരയ്ക്കുമ്പോൾ ആ ടാൻജൻ്റാണ് നമ്മുടെ സ്ലോപ്പ്, അല്ലെങ്കിൽ dy/dx. അപ്പോൾ നെക്സ്റ്റ് dy/dxൻ്റെ ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ dy/dxൻ്റെ ഇക്വേഷൻ, അത് ഇക്വേഷൻ 7 ആണ്. ആ ഇക്വേഷൻ 7 നമ്മൾ ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1/20 ഇൻറ്റു 10⁴ യുടെ വാല്യൂ ഇൻറ്റു 240 ഇൻറ്റു എക്സിൻ്റെ വാല്യൂ 2.5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 2.5 സ്ക്വയർ മൈനസ് 250 ഇൻറ്റു 2.5 മൈനസ് 2 അതും സ്ക്വയർ മൈനസ് 75 ഇൻറ്റു 2.5 മൈനസ് 3 എക്സിൻ്റെ വാല്യൂ 2.5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഹോൾ ക്യൂബ് മൈനസ് 1490. അപ്പോൾ ഇത് നമ്മൾ ബ്രാക്കറ്റ് ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ 2.5 മൈനസ് 2 ഇത് പോസിറ്റീവാണ്, അതുകൊണ്ട് ഇവിടെ 0.5 വരും. അതേപോലെ രണ്ടാമത്തെ ബ്രാക്കറ്റ് ഫംഗ്ഷൻ നെഗറ്റീവാണ്, അതുകൊണ്ട് ഇത് 0 വരും, നേരത്തെ പോലെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് സ്ലോപ്പിൻ്റെ വാല്യൂ കിട്ടും. അത് 0.002625 എന്ന് പറയുന്ന വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് സ്ലോപ്പും ഡിഫ്ലക്ഷനും അറ്റ് 2.5 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സ്ലോപ്പിൻ്റെ വാല്യൂ -0.0124 ഡിഫ്ലക്ഷൻ്റെ വാല്യൂ -0.0124 സ്ലോപ്പിൻ്റെ വാല്യൂ 0.0002625.